بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام الأتمان الأكملان على خاتم رسل الله أجمعين، وعلى آله وأصحابه غر الميامين، وعلى أزواجه أمهات المؤمنين، ومن تبعهم بإحسان إلى يوم الدين. ثم أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് എന്നെ ഉണർത്തുന്നതോടൊപ്പം എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് ഈ മിമ്പറിൽ വിശ്വാസികൾ തങ്ങളുടെ ആദർശ ജീവിതത്തിൽ പരീക്ഷിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതേപോലെ ആദർശവിധിയിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ ആ പരീക്ഷകളെ അതിജയിക്കുവാൻ, അതിൽ നിന്ന് സുരക്ഷിതരാകുവാൻ വിശ്വാസികൾ സ്വീകരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഒരു ഖുത്ബ നമ്മളിവിടെ ശ്രവിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നടപടിക്രമങ്ങളിൽപ്പെട്ടതാണ് വിശ്വാസം പ്രഖ്യാപിച്ചവരെ തങ്ങളുടെ പ്രഖ്യാപനത്തിൽ അവർ സത്യസന്ധരാണോ അല്ലേ എന്നത് പരീക്ഷിക്കൽ. അങ്ങനെ ഈമാൻ ഇസ്ലാം പ്രഖ്യാപിച്ച അതിൻ്റെ ആളുകൾ പരീക്ഷണങ്ങൾ പലതും താണ്ടിയാണ് പരലോക മോക്ഷം നേടുകയും അവർക്ക് നിശ്ചയിക്കപ്പെട്ട രക്ഷ നേടുകയും ചെയ്യുക. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിയാറുകളിൽ സ്വീകരിച്ച അവൻ്റെ സുന്നത്താണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അലിഫ് ലാം മീം അഹസിബന്നാസ് അൻ യുത്റകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ. ഇവിടെ ഈ ആയത്തുകളിൽ അല്ലാഹു പറയുന്നത് അഹസിബന്നാസ് അൻ യുത്റകു അൻ യഖൂലു ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച മാത്രയിൽ ആ പ്രഖ്യാപിച്ചവർ അവർ വിട്ടേക്കപ്പെടുമെന്ന് ആളുകൾ വിചാരിക്കുകയാണ്. വഹും ലാ യുഫ്തനൂൻ, അവർ പരീക്ഷിക്കപ്പെടാതെ. അപ്പം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനത്തിനപ്പുറം പരീക്ഷണങ്ങൾക്ക് ഇരകളാകാതെ, വിധേയരാകാതെ ആ പ്രഖ്യാപിച്ചവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ വിടുകയില്ല. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളിലുള്ള അല്ലാഹുവിൻ്റെ ഒരു നടപടിക്രമമല്ല, പിന്നെയോ ഇവരുടെ മുമ്പുള്ളവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം പരീക്ഷിച്ചിട്ടുണ്ട്. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം. എന്തിനാണ് പരീക്ഷണം? ഫലയഅലമന്ന അല്ലാഹു അല്ലദീന സദഖു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന ഈ പ്രഖ്യാപനത്തിൽ സത്യം പറഞ്ഞവർ ആരാണ് എന്ന് അള്ളാഹുവിനറിയണം. അത് അള്ളാഹു അറിയും. ഫലയഅലമന്ന അല്ലാഹു അല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ. ഈ പ്രഖ്യാപനത്തിൽ വ്യാജവാദികളും കള്ളന്മാരുമുണ്ട്. ആ കള്ളന്മാരെയും അള്ളാഹു അറിയും. അപ്പോൾ വിശ്വാസം പ്രഖ്യാപിച്ചവർ ആ പ്രഖ്യാപനത്തിൽ രണ്ട് തരക്കാരാണ്. ഒരു വിഭാഗം സത്യസന്ധരാണ്, നിഷ്കപടരാണ്.
മറ്റൊരു വിഭാഗം വ്യാജവാദികളാണ്, കപടന്മാരാണ്. ഇരു കൂട്ടരെയും തിരിച്ചറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ നിയോഗിക്കുകയും ഈ പ്രഖ്യാപനക്കാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിൽ നിന്നുള്ള പരീക്ഷയ്ക്ക് വിധേയരാക്കുകയും ചെയ്യും. അതിൽ പിന്നെ ആരാണ് സ്വർഗാർഹർ, ആരാണ് നരകാർഹർ, ഇത് വേർതിരിക്കപ്പെടും. നമുക്കറിയാം, അള്ളാഹു നമുക്കരുളിയതിൽ ഏറ്റവും മഹത്തായ നിഅമത്ത്, അനുഗ്രഹമാണ് ഈമാൻ, ഇസ്ലാം. ഈ അനുഗ്രഹങ്ങൾ പാഴാക്കാതെ, കൈവിട്ടു പോകാതെ, പരീക്ഷണങ്ങളിൽ പരാജിതരാകാതെ നമ്മൾ കാത്തു സൂക്ഷിച്ചെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് പാരത്രിക മോക്ഷവും സ്വർഗലബ്ധി ഉണ്ടാവുക. അതുകൊണ്ടാണ് പരീക്ഷണങ്ങളിൽ വിജയിക്കുവാനും അതിനെ തരണം ചെയ്യാനും നമ്മളതിൻ്റെ മാർഗങ്ങൾ അന്വേഷിക്കുന്നത്, ആ മാർഗങ്ങൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. പരീക്ഷണങ്ങൾക്ക് ഭിന്ന മുഖങ്ങളും വ്യത്യസ്ത ഭാവങ്ങളുമാണ്. പലവിധ പരീക്ഷണങ്ങൾ ഒരു വിശ്വാസിയെ വേട്ടയാടുമെന്നുള്ളത് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. ഈ ഭൗതികതയിൽ, അതിൻ്റെ വർത്തമാനത്തിൻ്റെ സംഭവ ബാഹുല്യതയിൽ നമ്മൾ അറിയുന്നുമുണ്ട്. പരീക്ഷണങ്ങൾ പലവിധ വിശ്വാസങ്ങളായി, പലവിധ സംസ്കാരങ്ങളായി, ജഡികേച്ഛകളും തന്നിഷ്ടങ്ങളുമായി, ദേഹേച്ഛകളും ബിദ്അത്തുകളുമായി, പെണ്ണായി, പണമായി, പല വിധങ്ങളാണ്. ഈ ബഹുമുഖ പരീക്ഷണങ്ങളിൽ അടിപതറി, ആദർശം തെറ്റി, നാശകർത്തത്തിൽ കൂപ്പുകുത്തുന്ന പലരെയും നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. നഷ്ടപ്പെടുന്നത് പലതുമാണ്. പക്ഷേ ഏറ്റവും വലുതൊരു വിശ്വാസിക്ക് നഷ്ടപ്പെടുന്നത് അവൻ്റെ ആദർശമാണ്. ദീൻ, ഇസ്ലാം കൈമോശമെന്ന് പരലോക കോടതിയിൽ ഹാജരാകുന്നവരെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും വലിയ പരാജയം, നഷ്ടം. സുരക്ഷാ മാർഗങ്ങൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് നമ്മളത് പ്രയോഗവൽക്കരിക്കാനും രക്ഷപ്പെടാനുമാണ്. നമ്മൾ പല കാര്യങ്ങൾ കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്ഷാതേട്ടം നടത്തിയതിനെക്കുറിച്ച്, അതേപോലെ സുരക്ഷയ്ക്ക് വേണ്ടി നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഇങ്ങനെ പലതും. അള്ളാഹു ആകുന്നു നമ്മുടെ അഭയവും നമുക്ക് ആശ്രയവും. തഅവൂദാത്ത്, രക്ഷാതേട്ടങ്ങൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് അതിൻ്റെ സമയങ്ങളിൽ, ആ ബോധ്യത്തിൽ നമ്മൾ നിർവഹിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ 5 വക്ത് നമസ്കാരങ്ങൾ, ഫർദ് നമസ്കാരങ്ങൾ, ആ ഫർദ് നമസ്കാരങ്ങളുടെ അവസാന സമയം ദുആക്ക് ജവാബുള്ള ടൈമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയങ്ങൾ പ്രാർത്ഥിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പ്രാർത്ഥനാ വചനങ്ങളിൽ നിത്യമാക്കിയിരുന്ന, അല്ലെങ്കിൽ സദാ കൊണ്ട് നടന്നിരുന്ന പ്രാർത്ഥനകൾ രക്ഷാതേട്ടങ്ങളാണ്. അതിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, അല്ലെങ്കിൽ വമിൻ ശർരി ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. ഇതേപോലെ അഭയത്തേട്ടങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ വേറെയും പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. ഖബർ ശിക്ഷ, നരകശിക്ഷ. ഇതേപോലെ ഖബറിലെ പരീക്ഷണം, ഫിത്നത്തുൽ ഖബർ. ഒരു മനുഷ്യൻ
അവൻ നേരിടാനിരിക്കുന്ന പരീക്ഷണങ്ങളിൽ ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾ അതിലൊന്നാണ് ഖബറിലെ പരീക്ഷണം. ആ പരീക്ഷണത്തിൽ ഇടറാതെ പതറാതെ ഭീതിയിലകപ്പെട്ട് ഉത്തരം മുട്ടാതെ ഒരാൾ മലക്കുകളോട് പ്രതികരിക്കണമെങ്കിൽ അതിന് എത്ര ധൈര്യവും എത്ര വിശ്വാസവും വേണം. അതുകൊണ്ട് തന്നെ ആ പരീക്ഷണത്തിൽ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തേട്ടം. ഇതേപോലെ ഫിത്രത്തുൽ മഹ്യ വൽ മമാത്ത്, ജീവിത നാളുകളിൽ പലവിധ പരീക്ഷണങ്ങളുണ്ട്, മരണവേളയിലും പരീക്ഷണങ്ങളുണ്ട്. മരണാവസ്ഥയിൽ പരീക്ഷണങ്ങൾ നേരിടണം. മലക്കുൽ മൗത്തിനെ അഭിമുഖീകരിക്കുമ്പോൾ, ദുനിയാവിനോട് യാത്രയാകുമ്പോൾ, തൻ്റെ പരലോകം അതിലേക്കുള്ള കാൽവെപ്പിൽ ഭീതിജനകമായ പലതും കാണുമ്പോൾ, ആദർശ നിഷ്ഠയിൽ ഈമാനിൽ തൗബയിൽ ഒരു പാരത്രിക യാത്ര അത് ഏറെ ശ്രമകരമാണ്. അവിടെ രക്ഷയിൽ ഈ ദുനിയാവിനോട് പടിയിറങ്ങാൻ അതിന് രക്ഷാത്തേട്ടം അനിവാര്യം, രക്ഷ അനിവാര്യമാണ്. അതുകൊണ്ടാണ് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ സമയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തേടുന്നത്. ഇതേപോലെ ജീവിത നാളുകളിലുള്ള പരീക്ഷണങ്ങൾ ഇവിടെ പറയപ്പെട്ടതുപോലെ പലവിധ പരീക്ഷണങ്ങൾ, ബഹുമുഖ പരീക്ഷണങ്ങൾ, അതിലൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തേടാണ്. ഏത് സമയം ദുആക്ക് ജവാബ് ലഭിക്കപ്പെടുമെന്ന് പറയപ്പെടുന്ന സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ ശിക്ഷയിൽ നിന്ന്, ജീവിത നാളുകളിലുള്ള ഖബറിലെ പരീക്ഷണങ്ങളിൽ നിന്ന്, ജീവിത നാളുകളിലെ പരീക്ഷണങ്ങളിൽ നിന്ന്, മരണവേളയിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന്, അതേപോലെ ദജ്ജാലിൻ്റെ ആഗമനം ഒരു മഹാസത്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ അന്ത്യനാളിൻ്റെ ആഗമനത്തെ അറിയിക്കുന്ന വലിയ അടയാളങ്ങളിൽ ഒന്നാണ് ഒരു വലിയ ഫിത്ന വരാനിരിക്കുന്നു. അതാണ് അൽ മസീഹു ദജ്ജാൽ, വ്യാജവാദിയായ ദജ്ജാലിൻ്റെ ഫിത്ന. അത് കൊടിയ പരീക്ഷണവും വലിയ ഫിത്നയാണ്. എന്താ കാര്യം? നമ്മൾ കേട്ടില്ലേ, ആ ഫിത്ന വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദജ്ജാലിനെ ഒരു പരീക്ഷണമായിട്ട് അവതരിപ്പിക്കും. അവനിലൂടെ പല അത്ഭുതങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കാഴ്ചവെപ്പിക്കും. അവൻ്റെ അടുത്ത് ജന്നത്തുണ്ടാകും, നാറുണ്ടാകും എന്നാണ്. അവൻ ആദ്യം നുബുവത്ത് വാദിച്ച് പിന്നെ ദിവ്യത്വം വാദിച്ചായിരിക്കും ആളുകളിൽ കൊടുങ്കാറ്റെന്ന പോലെ അവൻ സഞ്ചരിക്കുക. അവൻ ജീവിപ്പിക്കും, മരിപ്പിക്കും. അള്ളാഹു അവനിലൂടെ കാഴ്ചവെക്കുന്ന പരീക്ഷണങ്ങളാണ്. ഒരു വ്യക്തിയെ വിളിച്ച്, നിൻ്റെ മാതാപിതാക്കളെ ഞാൻ, മരിച്ചുപോയ മാതാപിതാക്കളെ ജീവിപ്പിച്ചു തന്നാൽ ഞാൻ റബ്ബാണെന്ന് നീ വിശ്വസിക്കുമോ എന്ന് ദജ്ജാൽ ചോദിക്കുന്നതാണ്. അങ്ങനെ മാതാപിതാക്കളെ ജീവിപ്പിച്ചു കൊടുക്കുമെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അത്തരം ഒരു പരീക്ഷണം വന്നാൽ ആരാണ് വീഴാതിരിക്കുക? അതേപോലെ അവൻ മാനത്തിലേക്ക് കണ്ണോടിച്ച് കാർമുകിലിനോട് മഴയായി പെയ്യാൻ ആവശ്യപ്പെടും. അങ്ങനെ മഴ പെയ്ത് ഈ ഭൂമിയിൽ സസ്യലതാദികൾ കിളിർത്ത് സമ്പുഷ്ടമാകും. അത് കാണും. എന്നിട്ട് അവൻ ആളുകളെ വിളിക്കും. അതുകൊണ്ടാണ് അവനിലേക്ക് ആളുകൾ ഓടി ഒഴുകിയെത്തും എന്ന് പറയുന്നത്. അവനെ റബ്ബായിട്ട് വിശ്വസിക്കും, അള്ളാഹുള്ള വിശ്വാസം. ഇതൊക്കെ പരീക്ഷണം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ പരീക്ഷിക്കാൻ, വിശ്വാസികൾ എന്ന് പറഞ്ഞ് നടക്കുന്നവരെ പരീക്ഷിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുന്ന മുറകളാണ്, അവൻ്റെ നടപടിക്രമങ്ങളാണ്. പക്ഷേ ഹദീസുകളിൽ കാണാം, ദജ്ജാൽ ഇപ്രകാരമൊക്കെ അത്ഭുത പ്രവൃത്തികൾ കാണിച്ചാലും യഥാർത്ഥ വിശ്വാസികൾ ദജ്ജാലിനോട് പ്രതികരിക്കുമെന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ. ദജ്ജാലാണ് നീ എന്ന് ഞങ്ങൾക്ക് ഉറപ്പായി എന്ന്. അവർ ദജ്ജാലിൽ വീഴൂല. എത്രമാത്രം ദജ്ജാലിനെ കളവാക്കി ദജ്ജാലിനോട് പറയുമെന്നാണ്, നിൻ്റെ ഓരോ അത്ഭുത പ്രവൃത്തികളിലും നീ വ്യാജവാദിയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഇങ്ങനെ പ്രതികരിക്കുന്നവരുണ്ടാകും. മദീനക്കാരനായ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ദജ്ജാൽ ഇങ്ങനെ പരീക്ഷിക്കുന്ന അവസ്ഥയിൽ അയാളെ രണ്ടാക്കി പിളർത്തിയിടുമെന്നാണ്. എന്നിട്ട് അയാളെ ഒരുമിച്ച് കൂട്ടി ജീവൻ ഇടും. അപ്പോഴും അയാൾ പറയും, ഇപ്പോൾ ഉറപ്പായി നീയാണ്
വ്യാജവാദി ദജ്ജാൽ, ഇങ്ങനെ ദജ്ജാലിനോട് പ്രതികരിക്കുന്നവരുണ്ട്. എന്നാൽ ഭൂരിപക്ഷം അങ്ങനെയല്ല. ഭൂരിപക്ഷവും എക്കാലത്തും അങ്ങനെയാണ്. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ബലിയാടുകളായി ആരെങ്കിലും കാണിക്കുന്ന അത്ഭുത പ്രവൃത്തികളിൽ അയാൾക്ക് ദിവ്യത്വം കൽപ്പിച്ച് ദിവ്യപരിവേഷം പറഞ്ഞ് എന്തോ ഒരു അതിഭൗതികത അയാളിൽ ദർശിച്ച് അയാളാൽ വഞ്ചിക്കപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. അത്തരം ആളുകളൊക്കെ വീഴും. അള്ളാഹു കാക്കട്ടെ. നഊദു ബില്ലാഹ്. പറഞ്ഞു വരുന്നത് എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പരീക്ഷണങ്ങൾ ഇങ്ങനെ പലതായിട്ട്, സമ്പത്തിൻ്റെ വിഷയത്തിൽ, സ്ത്രീകളുടെ വിഷയത്തിൽ പരീക്ഷിക്കപ്പെടുന്നതായ സ്ഥിതിവിശേഷം, സമ്പത്തിന് വേണ്ടി ഹലാലെന്നോ ഹറാമെന്നോ നോട്ടല്ലാതെ സമ്പത്തിൽ നിശ്ചയിക്കപ്പെട്ടതായ വിധിവിലക്കുകൾ പാലിക്കാതെ, കൊടുക്കേണ്ടത് കൊടുക്കാതെ, താൻ സൃഷ്ടിക്കപ്പെട്ടത് സമ്പത്ത് ഉണ്ടാക്കാനാണ് എന്ന് തോന്നിപ്പിക്കും വിധമുള്ള ആളുകളുടെ പെരുമാറ്റങ്ങൾ പരീക്ഷണമാണ്. അതേപോലെ സ്ത്രീകളുടെ വിഷയത്തിലുള്ള പരീക്ഷണങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം. രണ്ടെണ്ണം, കനകവും കാമിനിയും. ഇത് ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു പരീക്ഷണ വിഷയമാണ്. മാർക്കറ്റിൽ ഉലാത്തുന്ന, അല്ലെങ്കിൽ നടുറോഡിൽ ഉലാത്തുന്ന, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന, പുറത്തിറങ്ങി നടക്കുന്ന സ്ത്രീകളെ മാത്രം കണ്ണുവെച്ച് അവരിൽ പരീക്ഷിക്കപ്പെടുന്നതായ ഒരു പുരുഷാരം അങ്ങനെയല്ല. ഇന്ന് വിരൽത്തുമ്പിൽ ഒരാൾക്ക് താൻ ഇഷ്ടപ്പെടുന്നവളെ കൊണ്ടെത്തിക്കാൻ കഴിയും വിധം ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ സജീവമാണ്. ദൃശ്യമാധ്യമങ്ങൾ അത് ഈ സൈബർ യുഗത്തിലും അതേപോലെ ഇൻ്റർനെറ്റിൻ്റെ യുഗത്തിലും സജീവമായതോട് കൂടിയിട്ട് ഒരു സ്ത്രീയെ ഏത് വിധവും കാണാനും അവളിൽ കണ്ണുവെക്കാനും അവസരങ്ങൾ തരപ്പെട്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലാ തുത്ബിഇ നദറത നബ്റ, ഒരു നോട്ടം നോക്കിപ്പോയാൽ പിന്നെ വീണ്ടും തുടർന്ന് നോക്കരുത് എന്നാണ്. ഏതൊരാളും അബദ്ധത്തിൽ ഒരു നോട്ടം നോക്കിപ്പോയേക്കും, പക്ഷേ ഒരു നോട്ടത്തെ തുടർന്ന് മറ്റൊരു നോട്ടം പാടില്ല എന്നാണ് പറഞ്ഞത്. മണിക്കൂറുകൾ ഒരു സ്ത്രീയുടെ വിവിധ ഭാവങ്ങൾ, അതേപോലെ തന്നെ അവരുടെ ശരീരാവയവങ്ങൾ, അതിൽ കണ്ണു നട്ട് നടക്കുന്ന ഒരു വ്യക്തിയും, കണ്ണു നട്ട് നിൽക്കുന്നൊരു വ്യക്തിയും, ഈ തിരുമൊഴിയും ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു നോട്ടം നിനക്കുള്ളതാണ്, അടുത്ത നോട്ടം നിനക്കുള്ളതല്ല എന്നറിയിക്കുന്ന തിരുമൊഴികൾ കാണാം. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നോട്ടം നോക്കണം എന്ന അർത്ഥത്തിലല്ല. പിന്നെയോ ചിലപ്പോൾ നമ്മളുടെ ദൃഷ്ടി തെറ്റി ഒരു സ്ത്രീയിൽ പതിഞ്ഞെന്നിരിക്കും. പക്ഷേ ദൃഷ്ടി വലിക്കണം. നമ്മളോട് പറഞ്ഞത് അയ്യഖുദ്ദൂ മിൻ അബ്സ്വാരിഹിം, ദൃഷ്ടികൾ താഴ്ത്താനാണ്. സ്ത്രീകളോട് പറഞ്ഞത് അവരുടെയും ദൃഷ്ടി താഴ്ത്താനാണ്. നമുക്ക് ഹലാൽ അല്ലാത്ത ഒരു പെണ്ണിനെ നോക്കാൻ നമുക്ക് അനുവാദമല്ല, നോക്കാൻ അനുവാദമല്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ വിരൽത്തുമ്പിൽ വലിച്ച് അന്യ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് അവരെ നോക്കാൻ, കാണാൻ, ആസ്വദിക്കാൻ, നടനങ്ങൾ, നൃത്തങ്ങൾ ഇതൊക്കെ ആസ്വദിക്കാൻ നമുക്ക് അനുവാദം? ഫിത്നകൾ പലവിധമാണ്. അതുകൊണ്ട് തന്നെ ആദർശത്തിൽ കാലൂന്നിയവർ തന്നെ അടിപതറുകയും കാല് തെറ്റുകയും ചെയ്യുന്നതായ അവസ്ഥകൾ ഇന്ന് ധാരാളമാണ്. അറിഞ്ഞും അറിയാതെയും പലരും അതിൽ വീണുകൊണ്ടിരിക്കണം. അള്ളാഹു കാക്കട്ടെ. നഊദു ബില്ലാഹ്. പലർക്കും കെലിമ എല്ലി കൊടുക്കുമ്പോൾ ചില ചരിത്രങ്ങൾ വായിച്ചത് ഓർക്കാണ്ട് കെലിമ ചെല്ലാൻ കഴിയണില്ല, മറ്റോളെ പേരാ ഓർമ്മ വരുന്നത്. അവളെവിടെ എന്നാണ് ചോദിക്കുന്നത്. കാമുകിയെ. കാരണം അത്രമാത്രം അനുരാഗാത്മ ഭ്രമമാണ് പ്രേമത്തിൽ. അത് എഴുതിയും പ്രതീക്ഷിച്ചും നിരീക്ഷിച്ചും ആലോചിച്ചും അങ്ങനെ ഊണിലും ഉറക്കത്തിലുമെല്ലാം അവൾ എന്ന ഒരു അവസ്ഥയിലേക്ക് പലരും പോയി. ഇതേപോലെയാണ്
പല സ്ത്രീകളും അവരുടെയും അവസ്ഥ അങ്ങനെയാണ്. കാമുകനെ ഓർത്ത്, അവനെ നിരീക്ഷിച്ച്, അവനെ ഭാവിച്ച് ഇങ്ങനെ ദിനരാത്രങ്ങൾ തള്ളി നീക്കി പിന്നെ ഇബാദത്തിൽ, അതേപോലെ തന്നെ പാരായണങ്ങളിൽ ഇതിലൊന്നും ശുഷ്കാന്തിയും താല്പര്യമില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ഉപരിപ്ലവ ഭാവങ്ങൾ മാത്രമാണ്. നിസ്കാരത്തിന് കൈകട്ടിയിട്ടുണ്ടെങ്കിലും അള്ളാഹുവിനെ കൽവിൽ തെളിയുന്നതിന് പകരം, ഓർക്കുന്നതിന് പകരം അവിടെ ഈ ചിത്രങ്ങളും അതേപോലെ ഭാവങ്ങളൊക്കെ വേറെയാണ്. ഈ വിധം പരീക്ഷിക്കപ്പെടുന്നതായ ഒരു സ്ഥിതിവിശേഷം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇങ്ങനെ പരീക്ഷണങ്ങൾ പലതായി. എന്ത് വേണം? നമുക്ക് അഭയവും ആശ്രയവും മേലായ റബ്ബ് സുബ്ഹാനഹു വതആലയാണ്. ആ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ ആശ്രിതമായിട്ട് അള്ളാഹിനോട് തേടുക രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അള്ളാഹിനോട് രക്ഷയ്ക്ക് വേണ്ടി തേടുന്നതോടൊപ്പം നമ്മളുടെ തേട്ടം സത്യസന്ധമാക്കണം. അതുകൊണ്ട് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. നമ്മൾ നിർബന്ധമായിട്ടും ഡിലീറ്റ് ചെയ്യണം. ഓഫാക്കേണ്ടത് ഓഫാക്കണം. തുറക്കാൻ പാടില്ല. നമ്മളിലേക്ക് മെസ്സേജായിട്ട് അയക്കപ്പെടുന്നത് അത് ഇന്നതേ ആകാവൂ എന്നുള്ളത് അയക്കുന്നവർക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. നമ്മൾ നോക്കുന്നതും കണ്ണ് നടുന്നതും നമുക്ക് ഹലാലായത് മാത്രമായിരിക്കണം. അതില്ലാത്തതിൽ നമ്മൾ അകലാകാൻ പാടുള്ളതല്ല. നമുക്ക് ഹറാമായതിലേക്ക് കണ്ണൂന്നിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഹലാലായത് അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റൊരാൾക്ക് ഹറാമാക്കിയതിനെ അവർക്ക് കണ്ണൂന്നാൻ അവസരം ഉണ്ടാക്കും. ആ ഒരു ബോധവും പേടിയും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. വാർത്തകൾ എത്ര നമ്മൾ കേൾക്കുന്നു? എന്തൊക്കെ വാർത്തകൾ ഇത്തരം വിഷയത്തിൽ, പരീക്ഷണങ്ങളുടെ, അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്, ഭാര്യമാരുടെ വിഷയത്തിൽ, പെൺമക്കളുടെ വിഷയത്തിൽ, അതേപോലെ ആൺമക്കളുടെ വിഷയത്തിൽ, ഗൃഹനാഥന്മാരുടെ വിഷയത്തിൽ പലവിധ പരീക്ഷണങ്ങൾക്ക് വിധേയരായിട്ട് മാനം കെട്ട് മുണ്ടിട്ട് മൂടിയാൽ പോലും നാണം മാറാത്ത രീതിയിലുള്ള സ്ഥിതിവിശേഷങ്ങൾ. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. പരീക്ഷണങ്ങൾ അത് നമ്മൾ ഭയക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള, അത് നിയന്ത്രിക്കാനുള്ളത് അള്ളാഹുവിനോടുള്ള രക്ഷാതേട്ടമാണ്, അഭയത്തേട്ടം സത്യസന്ധമാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തിട്ടായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് നമ്മുടെ കണ്ണുകളും കൈകളും നമ്മൾ ഉയർത്തേണ്ടത്, അള്ളാഹുവിനോട് രക്ഷക്കായിട്ട് നമ്മൾ തേടേണ്ടത്. ഇതേപോലെ തന്നിഷ്ടങ്ങളും അതേപോലെ തന്നെ ഈ ബിദ്അത്തുകൾ, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ നിജസ്ഥിതി അറിയാതെ ആളുകൾ വലയുന്ന സ്ഥിതിവിശേഷം. അതുകൊണ്ടാണ് അറിവുള്ളവരോട് ചോദിച്ചിട്ട് നിലപാട് വ്യക്തമാക്കാൻ ദീന് പഠിപ്പിച്ചത്. ഫൈദാ ജാഅഹും അംറുൻ മിനൽ അംനി അവൽ ഖൗഫി അദാഉ ബിഹി വലൗ റദ്ദൂഹു ഇല റസൂലി വഇല ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറയാണ്, സമാധാനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ യുദ്ധഭീതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം ഇത് ആളുകൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാത്ത മാത്രയിൽ അവരത് പ്രചരിപ്പിക്കുകയാണ്. ഇത്തരം വാർത്തകൾ റസൂലിലേക്കും വിവരമുള്ള പണ്ഡിതന്മാരിലേക്കും അവർ മടക്കിയിരുന്നുവെങ്കിൽ, കാര്യങ്ങൾ മനനം നടത്തി സൂക്ഷ്മമായി പഠിച്ച് വിധി പറയുന്ന പണ്ഡിതന്മാർ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ വാർത്തകളും അത് കേൾക്കുന്ന കേട്ട മാത്രയിൽ അത് പ്രചരിപ്പിക്കണം, സൂക്ഷിക്കണം. പിന്നെയോ നമ്മളത് ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ്. ഉറപ്പ് വരുത്താനുള്ള മാനദണ്ഡങ്ങൾ എന്താ? ദീനുൽ ഇസ്ലാമാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ഇടയിൽ ഹയാത്തില്ല, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീനുണ്ട്. അത് പകർന്നു നൽകുന്ന പണ്ഡിതന്മാരുണ്ട്, ഉലമാക്കളുണ്ട്. ചോദിച്ച് മനസ്സിലാക്കി ഉറപ്പുള്ളതായിരിക്കണം നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്. അതില്ല എങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾ ഫിത്നകളാണ്. റബ്ബന ലാ തജഅൽനാ ഫിത്നതൽ ലില്ലദീന കഫറു, വിശുദ്ധ ഖുർആനിലെ ഒരു ദുആയാണ്. അവിശ്വാസികൾക്ക് റബ്ബേ നീ ഞങ്ങളെ ഫിത്നയാക്കരുതേ എന്ന് നമ്മളോട് ദുആ ചെയ്യുന്നുണ്ട്. എന്താ അവിശ്വാസികൾക്ക് നമ്മൾ ഫിത്നയാകുക എന്ന് പറഞ്ഞാൽ? നമ്മൾ ഫിത്നകളാകുക. കാരണം നമ്മൾ കാരണത്താൽ അമുസ്ലിമീങ്ങൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുക, നമ്മൾ കാരണത്താൽ അമുസ്ലിമീങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് നമ്മൾ തടസ്സാകുക.
കാരണം നമ്മളാകുന്ന കണ്ണാടിയിലൂടെയാണ് അമുസ്ലിമീങ്ങൾ ഇസ്ലാമിനെ വായിക്കുക. നമ്മളിങ്ങനെയാണെങ്കിൽ, മാപ്പിള എങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അയക്ക് പോണേ എന്നുള്ളത് വിമതസ്ഥർ വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാണ് അവർക്ക് ഇസ്ലാമിന് തടസ്സമാകുന്നത്. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. കാര്യങ്ങളെ നമ്മൾ ഉറപ്പാക്കണം. നമ്മളുടെ ആദർശങ്ങൾ വിശിഷ്യ സന്ദേഹപരമായിട്ടുള്ള സംശയാസ്പദമായിട്ടുള്ളതായ കാര്യങ്ങളാണ് എങ്കിൽ നമ്മളത് ഉറപ്പ് വരുത്തി എന്നിട്ട് നമ്മളുടെ ആദർശം അത് തീരുമാനിക്കണം, അത് കൊണ്ടു നടക്കണം എന്നുള്ളതാണ്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്കറിവില്ല എങ്കിൽ നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ആഹ്വാനമുണ്ട്. പരീക്ഷണങ്ങൾ, അതിൽ നമ്മൾ സ്വീകരിക്കേണ്ടതായ സുരക്ഷാ മാർഗങ്ങൾ ഇതേപോലെ പലതാണ്. പരീക്ഷണങ്ങളെയും കുഴപ്പങ്ങളെയും നമ്മൾ അകന്ന് ജീവിക്കുക എന്നുള്ളത് സുരക്ഷാ മാർഗമാണ്. ദജ്ജാലിൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മൻ സമിഅ അൻഹു ഫലിയൻആൻ. ദജ്ജാലിനെ കുറിച്ച് കേൾക്കുന്നവർ അവരിൽ നിന്ന് വിട്ടു ജീവിക്കട്ടെ എന്നാണ്, അവൻ്റെ അടുത്തേക്ക് പോകരുത് എന്നാണ്. അപ്പോൾ കുഴപ്പത്തിൻ്റെയും പരീക്ഷണങ്ങളുടെയും തന്നിഷ്ടങ്ങളുടെയും സന്ദേഹങ്ങളുടെയും മേച്ചിൽപ്പുറങ്ങളെ നമ്മൾ തേടിപ്പോകാൻ പാടില്ല. നമ്മൾ അകന്ന് ജീവിക്കുകയാണ് വേണ്ടത്, അതിലേക്ക് തലയിടാൻ പോകരുത് എന്നാണ് പറഞ്ഞത്. പലരും സംശയാസ്പദമായ സന്ദേഹപരമായിട്ടുള്ള കാര്യങ്ങളിൽ അതിൽ ആളാകാൻ പോകും. എന്നിട്ട് പണ്ട് പറഞ്ഞതുപോലെ റമത് നിബിദ ഇഹ ഫൻസല്ലത്ത്, അവളുടെ രോഗം അവൾ എൻ്റെ നേരെ എറിഞ്ഞു, പക്ഷേ ആ രോഗത്തിൽ അവൾ വീഴുകയാണ് ചെയ്തതെന്ന് പറഞ്ഞതുപോലെ മൂപ്പരയിൽ അടിപ്പെടുന്ന സ്ഥിതി വിശേഷം ഉണ്ടാകും. അതുകൊണ്ട് ഇത്തരം സുരക്ഷാ മാർഗങ്ങൾ നമ്മൾ ഇത്തരം പരീക്ഷണങ്ങളുടെ വിഷയത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട്. ബിദ്അത്തുകൾ വലിയ പരീക്ഷണങ്ങളാണ്. കാരണം എന്താ, ബിദ്അത്തിനെ ആളുകൾ വായിക്കുക എങ്ങനെ, മാസിയത്തിനെ വായിക്കണത് പോലെയല്ല. ഇപ്പം മദ്യപാനം, വ്യഭിചാരം, ഇതിനൊക്കെ ഒരാൾ കാണണം എങ്ങനെ, മദ്യപിക്കുന്നവന് വ്യഭിചരിക്കുന്നവന് തന്നെ വരും തന്നെ, അത് തെറ്റാണെന്നുള്ള ആൾക്കാണ്. പക്ഷെ ബിദ്അത്തുകൾ അങ്ങനെയല്ല. ബിദ്അത്ത് അത് ദീനാണ്, നല്ലതാണ്, പുണ്യമാണ് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, അത് വായിക്കുക. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ദുആ കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു സദാ ദുആ ഇരക്കുമായിരുന്നു. എന്താ, അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖ വർസുഖ്ന ഇത്തിബാഅ വ അരിനൽ ബാത്തില ബാത്തില വർസുഖ്ന ഇജ്തിനാബ. അല്ലാഹുവേ, ഹഖിനെ ഹക്കായിട്ട് കാണിച്ചു തരണമേ എന്നാണ്. കാരണം എന്താ, ബാത്തിലിനെ ഹക്കായിട്ട് കാണിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ട്. പലർക്കും ബാത്തിൽ ഹക്കാണ്, എന്നിട്ട് ബാത്തിലിനെ ഹക്കായി സ്വീകരിച്ച് അതേറ്റി നടക്കുകയാണ്. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ, സത്യത്തെ കാണിച്ചു തരണേ എന്നല്ല, പിന്നെ സത്യത്തെ സത്യമായി കാണിച്ചു തരണമേ. വ അരിനൽ ബാത്തില ബാത്തില, ബാത്തിലിനെ, അസത്യത്തെ അസത്യമായി കാണിച്ചു തരണമേ. കാരണം അസത്യം സത്യമായി ആളുകൾ വായിക്കണ അവസ്ഥ ഉണ്ട്. ഹക്കിനെ ഹക്കായി കാണിച്ചിട്ട് വർസുഖ്ന ഇത്തിബാഅ, അത് അനുധാവനം ചെയ്യാനുള്ള ഉദവി ഏകണമേ. വ അരിനൽ ബാത്തില ബാത്തിലൻ, അസത്യത്തെ അസത്യമായി കാണിച്ചു തരണം. വർസുഖ്ന ഇജ്തിനാബ, അത് വെടിയാൻ കൈയൊഴിക്കാനുള്ള ഉദവി ഏകണമേ. ഒക്കെ പഠിച്ചവൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അതുകൊണ്ട് സത്യം സത്യമായി നമ്മൾ മനസ്സിലാക്കണം, അസത്യം അസത്യമായിട്ട് മനസ്സിലാക്കണം. ബിദ്അത്തുകൾ എപ്പോഴാണ് ഇടം നേടുക, അതിന് പ്രചാരകരുണ്ടാകുമ്പോഴാണ്. അതിനുണ്ടാകും എന്തുകൊണ്ട്, ബിദ്അത്തുകൾ ആളുകൾ കാണുന്നത് അത് ഹക്കായിട്ടാണ്, സത്യമായിട്ടാണ്, നല്ലതാണ്, നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ടാണ് കാണുക. ഇപ്പോൾ നമ്മൾ റജബിനെ കുറിച്ച് കേട്ടു. റജബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷഹറുൽ അജബ് എന്നാ പറയാ. റജബ് ഷഹറുൽ അജബ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനിക്ക് ആ വിഷയത്തിൽ കിതാബ് തന്നെ ഉണ്ട്, ഷഹറു റജബിനെ കുറിച്ച്. അൽ അജബ് ഫി ഷഹരി റജബ്, അതാണ് ഇബ്നു ഹജറിൻ്റെ കിതാബിൻ്റെ പേര്. അൽ അജബ് ഫി ഷഹരി റജബ്, റജബ് മാസത്തിലെ അത്ഭുതങ്ങൾ. അതങ്ങനെ പേരിടാൻ കാരണം എന്താ, കുറേ ബിദ്അത്തുകൾ നാമ്പെടുത്ത മാസമാണ് റജബ് മാസം.
യഥാർത്ഥ റജബ് മാസത്തിനുള്ള വിശേഷം എന്താ, പ്രത്യേകത? യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളിൽ ഒന്നാണ് റജബ് മാസം. റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, ഈ 4 മാസങ്ങൾ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളാണ്. അതിൽ യുദ്ധം ചെയ്യുന്നത് വലിയ പാപമായിട്ട്, വലിയ ഗൗരവപ്പെട്ട വിഷയമായിട്ട് മുദർ ഗോത്രം കണ്ടിരുന്നു. മുദർ ഗോത്രം. അതുകൊണ്ട് തന്നെ റജബ് മാസത്തിന് പല പേരുകളുണ്ട്. അതിലൊരു പേരാണ് മുദർ റജബ്, അല്ലെങ്കിൽ റജബ് മുദർ. മുദർ ഗോത്രത്തിൻ്റെ റജബ് എന്നതിന് പേരുണ്ട്. പല അന്ധവിശ്വാസങ്ങളും റജബിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റജബ് മാസത്തിൻ്റെ ആദ്യത്തെ ബുധനാഴ്ച ചില കർമ്മങ്ങൾ, അതേപോലെ തന്നെ ചില പ്രത്യേക നോമ്പുകൾ, നിസ്കാരങ്ങൾ, അതീറത്തു റജബ് എന്നാണ് അതിന് പേര് തന്നെ, അതീറത്ത് റജബ്. അതുകൊണ്ട് തന്നെ ലാ അതീറത്ത് ഫിൽ ഇസ്ലാം എന്ന ഹദീസുകളിൽ കാണാം. ഇസ്ലാമിൽ അങ്ങനെ അതീറത്തില്ല. അത് റജബ് മാസവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ കൽപ്പിക്കപ്പെട്ടിരുന്നതായ ചില അന്ധവിശ്വാസങ്ങളാണ്. ജാഹിലിയത്തിൽ തന്നെ അതുണ്ടായിരുന്നു. അത് ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങൾ റജബ് മാസം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പിൽക്കാലത്ത് കുറേ കാര്യങ്ങൾ അതിൽപ്പെട്ടതാണ്. റജബ് മാസത്തിൽ സ്പെഷ്യൽ ഉംറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബിൽ ഉംറ ചെയ്തിട്ടില്ല. റജബ് മാസത്തിൽ സ്പെഷ്യലായിട്ട് ഉംറ. അത് ഷിയായിസത്തിൻ്റെ ഒരു കയറ്റുമതി കൂടിയാണ്. പല മുസ്ലിമീങ്ങളുടെയും വിശ്വാസങ്ങളും കർമ്മങ്ങളും ഒക്കെ അവിടുന്ന് കടമെടുത്തത് കൊണ്ട് തന്നെ പിന്നെ ഇതൊരു അത്ഭുതമൊന്നുമല്ല. വേറൊന്ന്, പ്രത്യേക നോമ്പ്, സലാത്തുർ റഗായിബ് എന്ന് പറയുന്ന നിസ്കാരം. അതേപോലെ തന്നെയാണ് ഇപ്പം മിറാജ് രാവ്. റജബ് 27-ാം രാവിന് മിറാജ് രാവ്. അത് പ്രത്യേക വിരുന്നുകളായി, ദിക്റുകളായി, ചീരണികളായി, ഹലക്കകളായിട്ട് മുസ്ലിമീങ്ങൾ ആഘോഷിക്കണം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആഘോഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്തെ സംഘടിപ്പിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. റജബിൽ മിറാജ് നടന്നു എന്നുള്ളതിന് തന്നെ പ്രൂഫില്ല. റജബിൽ മിറാജ് നടന്നു എന്നത് തന്നെ പ്രൂഫില്ലാത്ത കാര്യമാണ്, തെളിവില്ല. അത് ചരിത്രപരമായിട്ട് സ്ഥിരപ്പെടുത്താനും ആളുകൾക്ക് സാധിച്ചിട്ടില്ല. മിറാജ് നടന്നത്, ഇസ്രാ മിറാജ് നടന്നത് അതൊന്നുകിൽ റമദാൻ മാസത്തിൻ്റെ ഒടുവിൽ അല്ലെങ്കിൽ ഷവ്വാൽ മാസത്തിൻ്റെ തുടക്കത്തിൽ എന്നുള്ളതല്ലാതെ റജബിൽ ഇസ്രാ മിറാജ് നടന്നു എന്നതിനും തന്നെ തെളിവില്ല. പിന്നെ എങ്ങനെയാണ് റജബ് 27-ാം രാവിന് മിറാജ് രാവ് എന്ന് പറഞ്ഞ ആഘോഷം? ഈ 27-ാം രാവിനാണ് റജബ് മിറാജ് നടന്നതെങ്കിൽ തന്നെയും അതിനെ ആഘോഷിക്കാനും പ്രത്യേക ആരാധനകൾ കൊണ്ട് അതിനെ പ്രത്യേകമാക്കാനും നമുക്ക് തെളിവ് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നോ സഹാബത്തിൽ നിന്നോ അതിന് തെളിവ് വേണം. അങ്ങനെ ഒരു തെളിവ് ഒട്ടും വന്നിട്ടുമില്ല. ഏതായാലും പറഞ്ഞു വരുന്നത്, പലവിധ ബിദ്അത്തുകൾ നാമ്പെടുത്തു പരീക്ഷണങ്ങളായി. ഇതര പാപങ്ങളെപ്പോലെ എല്ലാ ആളുകൾ ബിദ്അത്തുകളെ നോക്കുന്നത് പുണ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ തെറ്റുകളിൽ നിന്ന് മനുഷ്യന്മാർ തൗബ ചെയ്തേക്കും. ബിദ്അത്തുകളിൽ നിന്ന് തൗബ ചെയ്യുക എന്നുള്ളത് ക്ഷിപ്രസാധ്യമല്ല. അതുകൊണ്ട് അത് കടുത്ത പരീക്ഷണമാണ്. ആ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തേടണം. അത്തരം പരീക്ഷണങ്ങൾ നമ്മൾ അടുക്കാൻ പോകാൻ പാടില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരീക്ഷണങ്ങളെ തൊട്ട് നമ്മളോട് സൂക്ഷിക്കാൻ പറഞ്ഞപ്പോൾ സൽപ്രവർത്തികൾ വർദ്ധിപ്പിച്ച് പരീക്ഷണങ്ങളെ നമ്മളെ തൊട്ട് ചേർക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. ബാദിറു ബിൽ അമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം യുംസി റജുലു ഫീഹാ മുഅ്മിനൻ യുസ്ബിഹു റജുലു ഫീഹാ മുഅ്മിനൻ വയുംസി കാഫിറ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്? ചില ഫിത്നകൾ വരാനിരിക്കുന്നു. ആ ഫിത്നകളുടെ സ്വഭാവം കഖിതഇൽ ലൈലിൽ മുദ്ലിമ, അന്ധകാരം മുറ്റിയ രാവുകളെ പോലെയാണ്. അന്ധകാരം മുറ്റിയ രാവുകളെ പോലെ ഇരുട്ട് ഭീതിജനകമായി ഫിത്നകൾ വരാനിരിക്കുന്നു. ആ ഫിത്നകൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ സൽപ്രവർത്തികൾ ചെയ്തോളിയും. സൽപ്രവർത്തികളാണ് അത്തരം ഫിത്നകളിൽ നിന്ന് രക്ഷയ്ക്ക് കരണീയമായത്. ആ ഫിത്നകളുടെ പ്രത്യേകത എന്താ? ഫിത്നകളുടെ നാളുകൾ വന്നിട്ടുണ്ടെങ്കിൽ നേരം പുലരുമ്പോൾ മുഅ്മിനായ ഒരു മുഅ്മിൻ, നേരം പുലരുമ്പോൾ മുഅ്മിനായ ഒരു വ്യക്തി, വൈകുന്നേരം അയാൾ കാഫിറായിട്ടുണ്ടാവും. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. വൈകുന്നേരം കാഫിറായ ഒരു മനുഷ്യൻ നേരം വെളുക്കുമ്പോൾ മുഅ്മിനായിട്ടുണ്ടാവും. അപ്പോൾ മുഅ്മിനീങ്ങൾ ഇസ്ലാമും ഈമാനും ഒഴിവാക്കണ അവസ്ഥ. രാവിലെ മുഅ്മിനാണ്, വൈകുന്നേരം നോക്കുമ്പോൾ മൂപ്പര് കളം മാറിയിരിക്കണേ. ഇങ്ങനത്തെ അവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അങ്ങനെ ആളുകളെ ആദർശത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ഇരുണ്ട ഭാവമുള്ള അന്ധകാരം മുറ്റിയ ഫിത്നകൾ വരാനിരിക്കുന്നു. നിങ്ങൾ സൽപ്രവർത്തികൾ ചെയ്തോളിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ബാദിറു ബിൽ അമാൽ, സൽപ്രവർത്തികളിലേക്ക് തിരക്ക് കൂട്ടാനും ധൃതി കൂട്ടാനാണ് പറഞ്ഞത്. അതുകൊണ്ട് സൽപ്രവർത്തികൾ നമ്മൾ
ഫിത്നകളുടെ നാളുകളിൽ പെരുപ്പിച്ച് നമ്മളുടെ ആദർശം കാത്തു സൂക്ഷിക്കാനാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഇബാദത്തു ഫിൽ ഹർജ് കഹിജ്റത്തിൻ ഇലൈ. കൊലപാതകങ്ങളും കലഹങ്ങളും പെരുകുന്ന നാളുകളിൽ ഇബാദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത് എൻ്റെ അടുക്കലേക്ക് ഹിജ്റ വരുന്നത് പോലെയാണ് എന്നാണ്. എൻ്റെ അടുക്കലേക്ക് ഹിജ്റ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരിക എന്നാണ്. നമുക്കറിയാം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നവരാണ് ആര്? മുഹാജിറുകൾ. സഹാബികൾ മുഹാജിറുകളും അൻസാരികളുമാണ്. ആർക്കാ പദവി കൂടുതൽ? മുഹാജിറുകൾക്കാണ്. ആ മുഹാജിറുകളുടെ സ്ഥാനമാണ് ഫിത്നകളുടെ നാളുകളിൽ ഇബാദത്ത് എടുക്കുന്നവർക്കുള്ളത് എന്നാണ്. കാരണം എന്താ? ഫിത്നകളുടെ നാളുകളിൽ ഇബാദത്ത് എടുക്കുന്നവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കൽ ഖാബിദി അലൽ ജമർ എന്നാണ്. തീക്കനൽ മുറുകെ പിടിക്കുന്നവൻ്റെ അവസ്ഥയാണെന്നാണ്. തീക്കനൽ മുറുകെ പിടിക്കും. ഒരാൾ തീക്കനൽ മുറുകെ പിടിച്ചാൽ എങ്ങനെ ഉണ്ടാകും? അയാൾ എത്ര അസ്വസ്ഥനായിരിക്കും, അയാൾക്ക് എത്ര വേദന ഉണ്ടായിരിക്കും, അയാൾക്ക് എത്ര അസഹ്യത ഉണ്ടായിരിക്കും. അതേപോലെ ആയിരിക്കും ഫിത്നകൾ വന്നിട്ടുണ്ടെങ്കിൽ മുസ്ലിമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പം അന്ന് ആളുകളിൽ ഇബാദത്തിൽ കഴിയുന്നവർക്ക് മുഹാജിറുകളുടെ പ്രതിഫലം എന്നുള്ളതാണ്. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഹിജ്റ വരുന്നവരുടെ പ്രതിഫലം എന്നാണ്. അത് നമ്മൾ വിശുദ്ധ ഖുർആനിൽ വായിക്കണില്ലേ? ലിൽ ഫുഖറാഇൽ മുഹാജിരീൻ അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം വഅംവാലിഹിം യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന വയൻസുറൂന അല്ലാഹ വറസൂല ഉലൈക ഹുമുസ് സാദിഖൂൻ. മുഹാജിറുകൾ ആരാ? അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം വഅംവാലിഹിം. അവരുടെ സ്വത്തുക്കളിൽ നിന്ന് അവർ അറക്കപ്പെട്ടു, അവരുടെ ഭവനങ്ങളിൽ നിന്നും അവർ അറക്കപ്പെട്ടു. അപ്പോൾ നാടും വീടും വിടേണ്ടി വന്നു, സ്വത്ത് വിടേണ്ടി വന്നു. അങ്ങനെ പരീക്ഷിക്കപ്പെട്ടവരാണ് മുഹാജിറുകൾ. അവർക്ക് എത്ര മഹത്തുണ്ട്! യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യം കാംക്ഷിക്കുന്നവരാണവർ. വറിദ്വാൻ, അള്ളാഹിൻ്റെ പ്രീതി കാംക്ഷിക്കുന്നവരാണവർ. വയൻസുറൂന അല്ലാഹ്, അവർ അള്ളാഹുവിനെ സഹായിക്കുന്നു. വറസൂലഹു, അള്ളാഹിൻ്റെ റസൂലിനെ സഹായിക്കുന്നു. ഉലൈക ഹുമുസ് സാദിഖൂൻ, അവരാകുന്നു സത്യസന്ധന്മാർ. ആര്? മുഹാജിറുകൾ. അപ്പോൾ എത്ര വസ്ഫുകൾ അവർക്ക്, വർണ്ണനകൾ അവർക്ക്, മഹത്വങ്ങൾ അവർക്ക്. ഈ മഹത്വങ്ങളൊക്കെ ഉള്ള മുഹാജിറുകളുടെ പ്രതിഫലം ഫിത്നകളുടെ കൊലപാതകങ്ങളുടെ നാടുകളിൽ ദീൻ മുറുകെ പിടിച്ച് ഇബാദത്തിൽ കഴിയുന്നവർക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. സൽപ്രവർത്തികളും പുണ്യ കർമ്മങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ പരീക്ഷണങ്ങളുടെ നാളുകളെ നേരിടുക എന്നുള്ളതാണ് സുരക്ഷാ മാർഗങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട ഒരു മാർഗം. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണങ്ങളുടെ യുഗങ്ങളിൽ സഹോദരന്മാരെ, നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ ആദർശമാണ്, നമ്മുടെ ദീനാണ്. അത് പൊയ്പോകാതിരിക്കാൻ, അതിൽ അടിപതറാതിരിക്കാൻ നമ്മൾ രക്ഷയ്ക്ക് തേടിയും അതേപോലെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചും നമ്മൾ സജീവരാവുക എന്നുള്ള വസിയത്താണ് നമ്മളിവിടെ ഈ മിമ്പറിൽ നിന്ന് കേൾക്കുകയുണ്ടായത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു വേദിയിൽ സ്വർഗ്ഗത്തിൻ്റെ ഉന്നതങ്ങളിൽ നമ്മളെല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹുവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട കബറിടങ്ങൾ അള്ളാഹു അവൻ്റെ ഒരു സ്വർഗീയ ആരംഭമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, മക്കളിൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഇഹത്തിലും പരത്തിലും കൺകുളിർമേറ്റി അവരെയും നമ്മയും അള്ളാഹു ആദരിക്കുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾ കൺകുളിർമേറ്റി അള്ളാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക അഅദാഅൽ മില്ലത്തി വദ്ദീൻ. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها رخاءها. اللهم احفظ لها حدودها وثغورها وجنودها. اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين.